الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وأصحابه وأتباعه أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم رب يسر ولا تعسر. رب زدنا علما وحلما وحفظا وعقلا وعلما كاملا. رب تمني بالخير والسعادة برحمتك يا أرحم الراحمين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. الحمد لله على كل حال ونعوذ بالله من أحوال أهل النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإنا لجاعلون ما عليها صعيدا جرزا. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധവും പരിപാവനവുമായ മജ്ലിസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അല്ലാഹുവിൻ്റെ ജന്നത്തുൽ ഫിർദൗസിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഗുരുനാഥന്മാരെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ സ്നേഹിതരെയും സഹായികളെയും എല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചറബിന്റെ വലിയ കരുണയും വലിയ സ്നേഹവും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ തിരുനോട്ടവും നമ്മിലെ മേലുണ്ട് എന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഖുർആൻ പഠന മജ്ലിസിലേക്ക് നമ്മെ അല്ലാഹു കൊണ്ടുവരുത്തിയത്. നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ കുറച്ചു സമയം അല്ലാഹുവിനെ കുറിച്ച് പറയുവാനും അല്ലാഹുവിനെ കുറിച്ച് കേൾക്കുവാനും അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്ത് കേട്ട് അതിന്റെ അർത്ഥങ്ങളും ആശയങ്ങളും മനസ്സിലാക്കുവാനും അല്ലാഹു നൽകുന്ന ഈ തൗഫീഖ് ഇത് നമ്മളെ വളരെ വിലമതിപ്പോടുകൂടെ ഗൗരവത്തോടുകൂടി കാണുകയും ഇതെന്നും നമ്മുടെ ജീവിതത്തിൽ മരണം വരെയും ഈ ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രത്യാശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഖുർആനിൽ നിപുണന്മാർ അവർ വളരെ മഹത്വമുള്ളവരാണ് എന്ന് അല്ലാഹു വിശേഷിപ്പിച്ച മഹാത്മ്യമുള്ളവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ അല്ലാഹുവാണ് നമുക്ക് പഠിപ്പിച്ചു തരാനുള്ളത്. വത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ്. അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുമ്പോൾ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. കരുണാവാരിധി ഖുർആൻ പഠിപ്പിച്ചു തരും. നമ്മൾ അല്ലാഹുവിന്റെ ഖുർആനിനെ ഉൾക്കൊണ്ട് ജീവിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നാൽ അല്ലാഹു സുബ്ഹാനഹു അല്ലാഹുവിന്റെ ഖുർആനെ നമുക്ക് പഠിപ്പിച്ചു തരും, മനസ്സിലാക്കി തരും. അല്ലാഹു അതിനുള്ള ഹൃദയ വിശാലത നമുക്ക് തരും, അതിനുള്ള താല്പര്യം തരും, അതിനുള്ള സാഹചര്യം തരും, അതിനുള്ള മാഹൗലുകൾ അല്ലാഹു നമുക്ക് ഒരുക്കി തരും. അല്ലമഹുൽ ബയാൻ. ബയാൻ അല്ലാഹു സൗഭാഗ്യം നൽകുക എന്ന് പറയുന്നതും വലിയൊരു മഹത്വമാണ്. പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നത് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കുക പഠിപ്പിക്കുക അവരാണ് ഏറ്റവും ഉത്തമരായിട്ട് അല്ലാഹു കണക്കാക്കിയിരിക്കുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ളവർ. അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് പഠിക്കാനും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള വലിയ സൗഭാഗ്യം എന്നും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചകളിൽ സൂറത്തുൽ കഹ്ഫിന്റെ 1 മുതൽ 7 വരെയുള്ള ആയത്തുകൾ അല്പം കുറച്ച് ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഇന്ന് നമുക്ക് 8ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിന്റെ വളരെ ഭീകരമായ ഒരു അവസ്ഥയെ വിവരിക്കുന്ന ധാരാളം
ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിന്റെ ഭയങ്കരതയും ഭയാനകതയും ഭീകരതയും കെടുതികളും ഒക്കെ വിവരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടി അല്ലാഹു ഒരൊറ്റ സൂറത്തിൽ പറഞ്ഞു തീർത്തെങ്കിൽ അതിനെ അറിയാനും മനസ്സിലാക്കുവാനും അതിനെ ഉൾക്കൊള്ളുവാനും ഭാഗ്യമുള്ള ഒരാളാണെങ്കിൽ അത് അതേ പ്രകാരം ഓതി മനസ്സിലാക്കി തീരുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം കിടിലം കൊണ്ടുപോകും. അദ്ദേഹം ആ ഖുർആൻ ഓതിയിട്ട് വല്ലാത്ത ഒരു അവസ്ഥയിലേക്കായി പോകും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ബാലൻസിംഗ് സംവിധാനം ഖുർആനിൽ എമ്പാടും പ്രയോഗിച്ച് നമുക്ക് കാണാൻ പറ്റും. സ്വർഗം പറയുമ്പോൾ ഒപ്പം നരകത്തെ കൂടി പറഞ്ഞും, നരകം പറയുമ്പോൾ സ്വർഗത്തിന്റെ സന്തോഷങ്ങളെ കൂടി കൂട്ടിയിണക്കുകയും, ഖിയാമത്ത് നാളിന്റെ അവസ്ഥകളെ കുറിച്ച് പറഞ്ഞെടുത്ത് പല ഭാഗങ്ങളെ പലതായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് സവിസ്തരം പ്രതിപാദിച്ചുകൊണ്ട് നമ്മുടെ മനസ്സുകളെ വല്ലാതെ കിടിലം കൊള്ളിക്കാതെ എന്ന കാര്യങ്ങൾ മനസ്സിലാകുന്ന രൂപത്തിൽ അല്ലാഹു നടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. അത് അല്ലാഹുവിന്റെ ഒരു കാരുണ്യമാണ്. പറയാനുള്ളതെല്ലാം അല്ലാഹു ഖുർആനിൽ പറഞ്ഞു വെച്ചു. പക്ഷെ പല സ്ഥലത്തായതുകൊണ്ട് ഇത്രയും ഭീകരമാണോ സംഗതി എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കൃത്യമായ ചിട്ടയിലൂടെ നമുക്ക് അവതരിപ്പിച്ചു തരുമ്പോൾ നമുക്കതിനെ ഉൾക്കൊള്ളാവുന്നതിനപ്പുറം ഭീകരതയുണ്ട് അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ 8-ാമത്തെ ആയത്തിൽ അല്ലാഹു ഇങ്ങനെയാണ് പറയുന്നത്: വഇന്നാ ലജാഇലൂന മാ അലൈഹാ, ആ ഭൂമുഖത്തിലുള്ളതെല്ലാറ്റിനെയും നാം ആക്കി തീർക്കും. സ്വഈദൻ ജുറുസാ, വെറും കളിമണ്ണാക്കി തീർക്കും. ഇന്ന് ഭൂമുഖത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാമല്ലോ. ഭൂമി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സങ്കല്പം എന്താണ്? നല്ല പച്ചപ്പാർന്ന സസ്യലതാദികളും കളകലാലവും ഒഴുകിയൊഴുകുന്ന നദികളും കുരുവികളും മൈനകളും അതുപോലെ തന്നെ മറ്റു ജീവികളൊക്കെ ചേർന്ന് കഴിഞ്ഞ ആയത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മാ അലൽ അർദി സീനതൻ ലഹാ, ഭൂമിയിലുള്ളതിനെയൊക്കെ ഞങ്ങൾ അലങ്കാരമാക്കി സൗന്ദര്യമാക്കി മനോഹാരിതയാക്കി ഭൂമിയെ വെച്ചു. ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല, പക്ഷെ അതിനെ ആസ്വദിച്ചങ്ങ് ജീവിച്ച് മരിക്കാനല്ല, അതിന് കൃത്യമായിട്ട് ഉൾക്കൊണ്ടിട്ട് അതിനെ വേണ്ടാന്ന് വെച്ചിട്ട് അതിന്റെ സമ്പൂർണതയാകുന്ന സ്വർഗത്തിന് വേണ്ടി തയ്യാറായിക്കൊണ്ട് അഹ്സനു അമലൻ, നല്ലതുപോലെ അമൽ ചെയ്യുന്നവരാര് എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് സീനത്താക്കി വെച്ചത്, അലങ്കൃതമാക്കി വെച്ചതെന്ന് തൊട്ട് കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പറഞ്ഞു. ഈ അലങ്കാരമാക്കി വെച്ചതിനെല്ലാം അല്ലാഹു നിമിഷ നേരം കൊണ്ട് ആ ഭൂമിയുടെ രൂപം അങ്ങ് മാറ്റിക്കളയും. മാ അലൈഹ, ആ ഭൂമിയിലുള്ളതിനെ എല്ലാം, അത് കെട്ടിടങ്ങളാകട്ടെ മരങ്ങളാകട്ടെ സസ്യങ്ങളാകട്ടെ എല്ലാം മാറ്റി സ്വഈദൻ ജുർസാ, ഒന്നുമല്ലാത്ത ഒരു പരന്ന മൈതാനിയായിട്ട് ഭൂമിയെ മാറ്റും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞേക്കുന്നത്. മഹാനായ ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി മുമ്പുള്ള ആയത്തിനെ വിശദീകരിച്ച് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയാ പറയുന്നത്: യാ മുഹമ്മദ് ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആഥാരിഹിം എന്ന മുമ്പ് ആയത്തിൽ പറഞ്ഞായിരുന്നു. വിശുദ്ധമായ ഖുർആൻ ഓതി പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്തിട്ട് ഖുർആനിന്റെ വെളിച്ചത്തിലേക്ക് കടന്നു വരാതെ തിരിഞ്ഞു പോകുമ്പോ അങ്ങ് വിഷമിക്കുകയും വ്യസനപ്പെടുകയും നിരാശപ്പെടുകയും ടെൻഷനിലാവുകയും ചെയ്തിട്ട് സ്വയം നശിച്ചു പോകുന്ന ഒരു സാഹചര്യം വരെ നബിയെ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഭൂമിയിലുള്ളതിനെ നാം അലങ്കാരമാക്കി വെച്ചു. പിന്നെ അതിന് അടുത്ത ആയത്തിലാണ് സൂചിപ്പിക്കുന്നത് അതിനെയൊക്കെ മാറ്റി ഭൂമി ഒരു തരിശാക്കി നാം അങ്ങ് മാറ്റും. യാ മുഹമ്മദ് ഇന്നി ഖലഖതുൽ അർദ വസീനതഹാ വഅഖ്റജ്തു മിൻഹാ അൻവാഅൽ മനാഫി വൽ മസാലിഹി, ഒരുപാട് പ്രയോജനങ്ങളുള്ള അലങ്കാരമുള്ള സൗന്ദര്യമുള്ള ഒന്നാക്കി നാം ഭൂമിയെ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ അതിനെ മറ്റൊരു അവസ്ഥയിലേക്ക് അതിനെ കൊണ്ടുപോകും. പക്ഷെ ചില ആൾക്കാർ ഇതിനെ ഒരു സ്ഥിരവാസ കേന്ദ്രമാക്കിയിട്ട് അതിനെ ഒരു സുഖസൗകര്യമാക്കി എന്നെന്നും ജീവിക്കുന്ന ഒരു അവസ്ഥയിൽ അതിൽ കഴിഞ്ഞു പോകുമ്പോ നിങ്ങളതിൽ ടെൻഷനാകേണ്ട നബിയെ, നിങ്ങളതിൽ പ്രയാസപ്പെടേണ്ട നബിയെ, അവരുടെ കാര്യം അള്ളാഹു നോക്കിക്കൊള്ളാം. നിങ്ങൾ ദഅവത്ത് ചെയ്താൽ മതി, അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ഖുർആനെയും അവർക്ക് പഠിപ്പിച്ചു കൊടുത്താൽ മതി.
فأنت أيضا يا محمد ينبغي ألا تنتهي في الحزن بسبب كفرهم إلى أن تترك الاستغلال بدعوتهم إلى الدين الحق. അവർ പിന്തിരിഞ്ഞു പോകുന്നത് കണ്ടിട്ട് സത്യദീനിലേക്കുള്ള പ്രബോധനം ഉപേക്ഷിച്ചിട്ട് അങ്ങ് വിഷമിച്ചിരിക്കേണ്ട നബിയെ, അങ്ങയുടെ ദൗത്യം കൃത്യമായിട്ട് നിർവഹിച്ചുകൊണ്ടേ പോവുക. അത് ഉൾക്കൊണ്ട് വരാൻ തയ്യാറാകുന്നവർ വരട്ടെ, അല്ലാത്തവർ പോയിക്കൊട്ടെ, അവരുടെ കാര്യം അള്ളാഹു നോക്കിക്കൊള്ളാം. എന്നിട്ട് അല്ലാഹു പറയുന്നു വഇന്നാ ലജാഇലൂന മാ അലൈഹാ സഈദൻ ജുർസാ വൽ മഅന അന്നഹു തആല ബയ്യന അന്നഹു ഇന്നമാ സയ്യനൽ അർദ ലിഅജ്ലിൽ ഇംതിഹാനി വൽ ഇബ്തിലാ. കഴിഞ്ഞ ആഴ്ച നമ്മൾ അങ്ങനെയാണ് നമ്മുടെ സംസാരം നിർത്തിയത്. അല്ലാഹു ഭൂമിയെ അലങ്കൃതമാക്കി മനോഹരമാക്കി വെച്ചത് ഇംതിഹാനാണ്, പരിശോധനയാണ്, വൽ ഇബ്തിലാ പരീക്ഷണമാണ്. ലാ ലിഅജ്ലി അൻ യബ്ഖൽ ഇൻസാനു ഫീഹാ മുതനഅമൻ അബദൻ, എക്കാലവും സുഖമായിട്ട് ഇവിടെ തന്നെ ഇങ്ങനെ ഈ ഭൂമിയിൽ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ജീവിക്കാം എന്നൊരവസ്ഥയ്ക്ക് വേണ്ടിയല്ല. ഇതൊരു പരീക്ഷണമാണ്. ഭൂമിയെ അലങ്കൃതമാക്കിയത് പരീക്ഷണമാണ്, അതിനുള്ളതിനെ സീനത്താക്കിയത് പരീക്ഷണമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു ഈ ഭൂമിയുടെ നിലയും അതിന്റെ രൂപവും അതിന്റെ ഭാവവും അങ്ങ് മാറ്റും. അതിനെ സംബന്ധിച്ച് അല്ലാഹു പല സ്ഥലത്ത് പറഞ്ഞു. സൂറത്തുർ റഹ്മാൻ, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ആ ഭൂമുഖത്തുള്ളതെല്ലാം നശിച്ചു പോകും. ഭൂമുഖത്തുള്ളതെല്ലാം ഒന്നും ബാക്കിയാക്കാത്ത തരത്തിൽ നശിച്ചൊടുങ്ങും. ഉടയ തമ്പുരാൻ മാത്രം അവശേഷിക്കും. വേറെ സ്ഥലത്ത് സൂറത്തു ത്വാഹ, അതിനെ ഒരു കൃത്യമായി വളരെ ഒരു കുഴിയും കുണ്ടുമില്ലാത്ത ഒരു മറയുമില്ലാതെ ഒരു സമതലമാക്കി, മുസ്തവി അൽ അർദുൽ മുസ്തവിയ, കൃത്യമായ ഒരു ഗ്രൗണ്ട് പോലെ ഭൂമിയെ അല്ലാഹു ആക്കി തീർക്കും. സൂറത്തുൽ ഇൻഷിഖാഖിൽ അത് പറയുന്നു, വൈദൽ അർദു മുദ്ദത്, ഭൂമി അങ്ങ് നീട്ടപ്പെടും, വിശാലമാക്കപ്പെടും, സമതലം പോലെയാക്കപ്പെടും. സൂറത്തു ഇബ്രാഹിം 48-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദ്. നമ്മൾ കാണുന്ന ഈ ഭൂമി ഇന്നിപ്പോ ഉരുണ്ട ഭൂമിയാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഭൂമി പച്ചപ്പാർന്നതാണ്. ഇവിടെ സസ്യങ്ങളും പിന്നെ മറ്റു ജന്തുക്കളും അങ്ങനെ എല്ലാം നിറഞ്ഞു നിന്ന ഒരു മനോഹാരിതമായ ഒരു അവസ്ഥ നമുക്ക് ഈ ഭൂമുഖത്ത് കാണാം. പക്ഷെ ഇതിനെ അല്ലാഹു മാറ്റി ഗൈറൽ അർദ്, ഇന്ന് നമ്മൾ പരിചയപ്പെട്ട കണ്ടു കാണുന്ന ഭൂമിയല്ലാത്തൊരു ഭൂമിയായിട്ട് അല്ലാഹു ഈ ഭൂമിയെ മാറ്റും എന്നാണ് ഈ സൂറത്തിൽ പറയുന്നത്. അതിൽ പറയപ്പെടുന്നു, വദാലിക ഇന്നമാ യകുനു ബിഖൽബി സായിരി അനാസിരിൽ മവാലിദി ഇലാ ഉൻസുരി തുറാബ്. ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന വസ്തുക്കളിലെല്ലാം 4 ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ്. മണ്ണും വെള്ളവും തീയും കാറ്റും, ഈ 4 ഘടകങ്ങൾ ചേർന്ന് ഇതിന് അൽ ഉമ്മഹാത്തുൽ അർബഅ എന്നാണ് പറയുന്നത്. 4 മാതാക്കളും 3 കുട്ടികളും. 4 മാതാക്കളും 3 കുട്ടികളും. ആരാണ് കുട്ടികൾ? ഹയവാനാത്ത്, നബാതാത്ത്, ജമാദാത്ത്. ജീവികൾ, സസ്യങ്ങൾ, മറ്റുള്ള വസ്തുക്കൾ, മറ്റു നിർജീവ വസ്തുക്കൾ. ഇങ്ങനെ 3 ഘടകങ്ങൾ ലോകത്തുണ്ടാകുന്നത് 4 കാര്യങ്ങൾ ചേർന്നിട്ടാണ്. മണ്ണും വെള്ളവും തീയും കാറ്റും. പറയപ്പെടുന്നു, ഈ ഒരു അവസ്ഥ വരുമ്പോ, ഈ ഭൂമിയുടെ നില മാറി മറ്റൊരു നിലയിലേക്ക് അല്ലാഹു മാറ്റുമ്പോ മറ്റ് 3 ഘടകങ്ങളൊന്ന് മാറിയിട്ട് മണ്ണ് മാത്രമാകുന്ന ഒരവസ്ഥയിലേക്ക് ഭൂമിയെ മാറ്റപ്പെടും എന്നാണ്. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഒരു കിതാബിൽ വിശദമായ ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. അൽ ബുദൂറു സാഫിറ എന്ന കിതാബിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ഇങ്ങനെ കാണാം. വളരെ സുദീർഘമായ ഒരു ഹദീസാണ്. ഏകദേശം ഈ ഹദീസിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഖിയാമത്ത് നാളിന്റെ ഭയാനകതയും ഭീകരതയും വിശദീകരിക്കുന്ന ഈ കാര്യങ്ങൾ അന്ന് സമ്മേളിപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അത് അപ്പാട് കൊണ്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇന്നല്ലാഹ ലമ്മ ഫറഗ മിൻ ഖൽഖി സമാവാതി വൽ അർദി ഖലഖ സൂറ ഫഅതാഹു ഇസ്രാഫീൽ ഫവ വാദിഹു അലാ ഫീഹി ശാഖിസുൻ ബിബസരിഹി ഇലൽ അർശ്. ആകാശഭൂമികളെ അല്ലാഹു പടച്ചു സൃഷ്ടിച്ചതിന് ശേഷം അല്ലാഹു സൂറിനെ സൃഷ്ടിച്ചു. സൂർ എന്ന കാഹളം. എന്നിട്ട് ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ അടുത്ത് അത് കൊടുത്തു.
ഇസ്രാഫീൽ അലൈഹിസ്സലാം ആ സൂർ പിടിച്ചുകൊണ്ട് ഒരേ നിൽപ്പാണ്. ഷാഹിസുൻ ബിബസരിഹി ഇലൽ അർശ്, ഉടയ തമ്പുരാന്റെ സിംഹാസനത്തിലേക്ക് നോക്കിയിട്ടാണ് നിൽപ്പ്. എന്തദുറു മത്താ യുഅ്മ, എപ്പോഴാണ് അവിടെ നിന്ന് ഒരു കൽപ്പന വരുന്നത്? ആ കൽപ്പന വരുന്ന സന്ദർഭം ഇസ്രാഫീൽ അലൈഹിസ്സലാം അതിൽ ഊതും. അപ്പോഴെല്ലാം ഈ അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറാൻ തുടങ്ങും. ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ ചോദിച്ചു അല്ലാഹുവിന്റെ ദൂതരെ, വമസ്സൂർ, എന്താണ് സൂർ എന്ന് പറഞ്ഞാൽ? ഖാല ഖർനുൻ, അതൊരു കൊമ്പ് പോലത്തെ സാധനമാണ്. ഖുൽതു കൈഫ ഹുവ? ഖാല അദീമുൻ, വലുതാണ്. ഇന്ന ഇളമ ദായിറത്തിൻ ഫീ അർളി സമാവാതി വൽ അർദ്, അതിന്റെ ഒരു അറ്റം എന്ന് പറഞ്ഞാൽ ആകാശഭൂമികളോളം വിശാലമായ പ്രവിശാലമായ ഒരു സംഗതിയാണ്. സൂർ എന്ന് പറയുമ്പോൾ ചെറിയൊരു വിസിലല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇസ്രാഫീൽ അലൈഹിസ്സലാം ഈ സൂറിൽ 3 പ്രാവശ്യമാണ് ഊതുന്നത്. അൽ ഊല നഫ്ഖത്തുൽ ഫസഅ, ഫസഇന്റെ ഊതൽ, പൊറുതികേടിന്റെ. എല്ലാവരും ഇങ്ങനെ സന്തുഷ്ടമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കെ പെടുന്നനെ ഖിയാമത്ത് നാളുണ്ടാകുമ്പോ എല്ലാവരും അന്തം വിട്ട് അന്താളിച്ചു പോകുന്ന, ആകാശഭൂമികളെല്ലാം അന്തം വിട്ട് അന്താളിച്ചു പോകുന്ന ആ ഫസ്റ്റ് ഊതലിനെ സംബന്ധിച്ചാണ് അൻ നഫ്ഖത്തുൽ ഊല എന്ന് പറയുന്നത്. അവസാനത്തെ രണ്ടാമത്തത് നഫ്ഖത്തുസ് സഈഖ്, എല്ലാം തകർന്നടിയുന്ന ഊതൽ. അവസാനത്തെ മൂന്നാമത്തെ ഊതൽ നഫ്ഖത്തുൽ ഖിയാം ലിറബ്ബിൽ ആലമീൻ, എല്ലാം തകർന്നടിഞ്ഞ് തരിപ്പണമായി നശിച്ചൊടുങ്ങിയതിനു ശേഷം ഉടയ തമ്പുരാനായ അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കാൻ വേണ്ടി വിളിക്കപ്പെടുന്ന ആ പ്രഖ്യാപനം. അങ്ങനെ 3 ഊതലാണ് അതിൽ ഊതുന്നത്. ഫയമുറുല്ലാഹു ഇസ്രാഫീല ബിന്നഫഖത്തിൽ ഊല ഫയഖൂലു ഇൻഫഖ് നഫഖത്തൽ ഫസഅ. അല്ലാഹു സുബ്ഹാനഹു ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട് ഫസഇന്റെ ഊതൽ ഊതാൻ പറയും. ഫയഫ്സഉ അഹ്ലു സമാവാതി വൽ അർളി ഇല്ലാ മൻ ശാ അല്ലാഹ്. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറിൽ ഊതുമ്പോൾ ആകാശഭൂമികളിലുള്ളവരെല്ലാം ഭയചകിതരാകും. ചിലരൊഴികെ. ഇല്ലാ മൻ ശാ അല്ലാഹ്, അല്ലാഹ് നിശ്ചയിച്ച അല്ലാഹുവിന്റെ പ്രത്യേക കാരുണ്യത്തിന്റെ അർഹരായ ചിലരൊഴികെ. وَأَمْرُهُ تَعَالَى فَيَمُدُّهَا وَيُطِيلُهَا وَلَا يَفْتُرُ وَهُوَ الَّذِي يَقُولُ اللَّهُ فِيهَا وَمَا يَنظُرُ هَؤُلَاءِ إِلَّا صَيْحَةً وَاحِدَةً مَا لَهَا مِنْ فَوَاقٍ. സൂറത്ത് സ്വാദിൽ അല്ലാഹു പറയുന്നു, ഒരൊറ്റ അട്ടഹാസമായിരിക്കും. ഇല്ലാ സ്വൈഹതൻ വാഹിദ, അതൊരൊറ്റ അട്ടഹാസമായിരിക്കും. അതിലാണ് ഫസഇന്റെ ഊതൽ നടക്കുന്നത്. ഫതസീറുൽ ജിബാലു സൈറ സഹാബ്, ഈ ഭൂമിയുടെ ബാലൻസിങ്ങിന് വേണ്ടി, ഈ ഉരുണ്ട ഭൂമി ഉരുണ്ടു തെറിച്ചു പോകാതെ കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടി അള്ളാഹു ഇതിൽ അടിച്ചു വെച്ചിരിക്കുന്ന ആണികളാണ് മലകൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മലകളൊക്കെ തകർക്കുമ്പോഴും മലകളൊക്കെ പൊട്ടിച്ച് പാറകളായി നമ്മളിങ്ങനെ നാനാഭാഗത്ത് കൊണ്ടുപോകുമ്പോഴും ഒക്കെ പരിസ്ഥിതി പ്രവർത്തകരും ഗവൺമെന്റും നാട്ടുകാരും ഒക്കെ പ്രക്ഷോഭങ്ങൾ നടത്താറുണ്ട്. ഈ നാടിന്റെ ബാലൻസ് തെറ്റിപ്പോകും, ഭൂമിയുടെ ബാലൻസ് നഷ്ടപ്പെട്ടു പോകും, ഉരുൾപൊട്ടലുണ്ടാകും, ആകെ കൂടി താറുമാറാകും ജീവിതം. അതുകൊണ്ട് വല്ലാതെ പ്രകൃതിയിൽ നിങ്ങൾ ദുരന്തങ്ങൾ ഉണ്ടാക്കി വെക്കരുതേ, അതിൽ കൃത്രിമങ്ങൾ കാട്ടിക്കൂട്ടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രക്ഷോഭങ്ങൾ നടത്താറുണ്ട്. അപ്പൊ ഈ മലകൾ അവിടെ നിന്ന് ഊരപ്പെട്ടാൽ പിന്നെ ഭൂമിയുടെ ബാലൻസ് തെറ്റുകയെ. ആ മലകൾ പറന്നു പോകും. മേഘങ്ങൾ പറക്കുമ്പോഴേ നമ്മളിപ്പോ ആകാശത്തെ നോക്കുമ്പോൾ ഇങ്ങനെ വലിയ ഭയങ്കരങ്ങളായ സാധനങ്ങൾ ഇങ്ങനെ ആകാശത്ത് സഞ്ചരിച്ചു പോകുന്നത് കാണാം. അതെന്താണ്? മേഘങ്ങൾ. അതുപോലെ മലകൾ സഞ്ചരിച്ചു പോകുന്നതെന്ന് ചിന്തിച്ചു നോക്കിയേ, അതാണ് നമുക്കന്ന് കാണാൻ കഴിയുന്നത്. ഫതകൂനു സറാബൻ, അങ്ങനെ പോയി അത് മരീചികയായി തീരും. വതർതജുൽ അർദു ബിഅഹ്ലിഹാ റജ്ജൻ ഫതകൂനു കസ്സഫീനത്തിൽ മൗഖൂറത്തി ഫിൽ ബഹർ തളിബുഹൽ അംവാജ്. അപ്പോൾ ഭൂമിയിൽ നിന്ന് മലകളെല്ലാം ഊരപ്പെട്ട് അതിങ്ങനെ മേഘങ്ങളായിട്ട് പറന്നുപോയാൽ പിന്നെ ഭൂമിയുടെ അവസ്ഥ എന്താണെന്ന് അറിയാമോ? കാറ്റത്ത് ആടിയുലഞ്ഞ കപ്പൽ പോലെ ആയിത്തീരും എന്നാണ്. കടലിൽ സഞ്ചരിച്ചു പോകുന്നൊരു കപ്പൽ അതിങ്ങനെ കാറ്റും കോളും ഇങ്ങനെ വന്നു കയറിയിട്ട് ആടി ഒലഞ്ഞാലുള്ള സ്ഥിതി എന്തായിരിക്കും? അതായിരിക്കും ഭൂമിയുടെ അവസ്ഥ. അതിനെ സംബന്ധിച്ചാണ് അല്ലാഹു ഇങ്ങനെ പറഞ്ഞത്, യൗമ തർജുഫുർ റാജിഫ തത്ബഉഹാ റാദിഫ ഖുലൂബുൻ യൗമഇദിൻ
വാജിഫ. സൂറത്ത് നാസിഅത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ചാ പറയുന്നത്. എന്താ പറഞ്ഞത്? യൗമ തർജുഫു റാജിഫ. ഈ ശക്തമായ പ്രകമ്പനം കണ്ടിട്ട് ഭൂമി ഇങ്ങനെ ആട്ടി ഒലയുന്ന നിമിഷത്തെ കുറിച്ചാണ് അല്ലാഹു അതിൽ പറയുന്നത്. തത്ബൗഹ റാജിഫ. ഒന്നിനു പിറകെ ഒന്നായിട്ട് പ്രകമ്പനങ്ങൾ ഇങ്ങനെ ഭൂമിയിൽ വന്നുകൊണ്ടിരിക്കും. ഫതമീദുൽ അർദു ബിന്നാസി അലാ ലഫിരിഹാ. അപ്പൊ ഭൂമി എന്താകും? അതിന്റെ ആൾക്കാരെയും വെച്ചുകൊണ്ട് ഇങ്ങനെ ആടാനും ഒലയാനും കപ്പൽ മറിയുമ്പോൾ ഇങ്ങനെ ചായാനും തുടങ്ങും. فترحل المراضي وتلو الحوامل وتشيب البلدان وتطير الشياطين هاربة من الفزع. അതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. എങ്ങനെ പറഞ്ഞത്? യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത് وترى كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. ആ സമയത്തിന്റെ ഭയാനകതയെ അല്ലാഹു വരച്ചു കാട്ടുന്നത് സൂറത്തുൽ ഹജ്ജിൽ ഇങ്ങനെയാണ്. യൗമ തറൗനഹ. ഈ അവസ്ഥ നിങ്ങൾ കാണുമ്പോൾ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത്. കുഞ്ഞിന് മുലപ്പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്ത്രീ ആ കുഞ്ഞിനെ സംബന്ധിച്ച് അശ്രദ്ധമായി പോകും. ഒരു സ്ത്രീ കുഞ്ഞിനെ സംബന്ധിച്ച് ഇനി എന്ത് വന്നാലും അവര് മരിച്ചാലും കണ്ടിട്ടില്ലേ ചില സംഭവങ്ങളൊക്കെ ചില സ്ഥലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ചുറ്റുഭാഗവും ഭയങ്കരമായ ഒരു ഭീതിയിൽ അകപ്പെട്ടിട്ട് ചിലപ്പോ ഇരുന്ന് തള്ള മരിച്ചിട്ടുണ്ടാവും. എങ്കിലും കുഞ്ഞവിടെ നനങ്ങില്ല, കുഞ്ഞിനെ തള്ള അനക്കൂല. അതിങ്ങനെ സ്വസ്ഥമായിട്ട് അമ്മിഞ്ഞ പാല് കുടിച്ചുകൊണ്ടേയിരിക്കും. അതാണ് കുഞ്ഞും തള്ളയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. അതിങ്ങനെ വെച്ചോണ്ടേയിരിക്കും. അതിൽ നിന്ന് ഒരിക്കലും തള്ള മാറൂല. അപ്പൊ ആ കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന തള്ള പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ തൊട്ട് അശ്രദ്ധമാകണമെങ്കിൽ അത്ര ഭയാനകരമായ ഒരു സംഗതിക്ക് അവര് സാക്ഷിയാകണം. അതാണ് അല്ലാഹു പറഞ്ഞത്. അത് പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ തൊട്ട് അശ്രദ്ധമായി പോയി. ഇനി അടുത്തത് ഗർഭിണികൾ പ്രസവിച്ചു പോകും. ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകൾ ഇതിന്റെ ഭീകരതയിൽ പ്രസവിച്ചു പോകും. ജനങ്ങൾ ഇങ്ങനെ മതോന്മത്തരായിട്ട് പായുന്നത് കാണാം. എന്താണ്? എല്ലാവരും ലഹരി പദാർത്ഥം ഉപയോഗിച്ചിട്ടാണോ മത്ത് പിടിച്ചിങ്ങനെ നടക്കുന്നത്? അല്ല. അത് വല്ല പറയും അവര് ലഹരി പദാർത്ഥം ഉപയോഗിച്ച് മതോന്മത്തരായതൊന്നുമല്ല. പിന്നെയോ അള്ളാഹുവിന്റെ ശിക്ഷ, അള്ളാഹുവിന്റെ ആ ഒരു നടപടിക്രമം, ഈ പ്രപഞ്ചത്തിന്റെ ആ മാറ്റം, ഖിയാമത്ത് നാളിന്റെ ഭീകരത അത്രയും കഠോരമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പോ ഈ അവസ്ഥയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലൂടെ വിവരിച്ചു കൊണ്ടിരിക്കുന്നത്. വതശീമുൽ ബിൽദാൻ. കുട്ടികൾ നരച്ചു പോകും. അത്രേ, കുട്ടികൾ നരച്ചു പോകും. വതതീറു ശയാതീനു ഹാരിബത്തുൻ മിനൽ ഫസാ. ഇത്രയും നാൾ മനുഷ്യനെ വഴിപിഴപ്പിച്ച് നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്ന പിശാച് ഈ ഫസയിൽ, ഈ ഭീകരതയിൽ, വെപ്രാളത്തിൽ അവൻ ഓടാൻ തുടങ്ങും. അവൻ നിലനിൽപ്പില്ല. അപ്പൊ ശൈത്താൻ ഇത് മലക്കളെ കാണും. ശൈത്താൻ ഇങ്ങനെ ഓടിച്ചെന്ന് മലക്കളുടെ മുമ്പിൽ ചെല്ലും. ആ മലക്കള് അവന്റെ മുഖത്തടിച്ചു കൊടുക്കും. അപ്പം അതിൽ നിന്ന് അവനിങ്ങനെ തിരിച്ചു വരാൻ തുടങ്ങും. ജനങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വിളിച്ച് സഹായം തേടുവാൻ തുടങ്ങും. പരസ്പരം വിളികൾ ഉയരുന്ന സമയം. അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയും മാതാളിയുമായി പോകും.